ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനേ ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന മീൻകറിയല്ല, നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ വറുത്തിട്ട് തേങ്ങാപ്പാലിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വറുത്തെടുക്കാം. ഇത് ഞാൻ 1/2 കിലോ കേര ഫിഷാണ് എടുത്തേക്കുന്നത്. ഈ കറിക്ക് ആക്ച്വലി ശരിക്കും നെയ്മീൻ യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഈ മീൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും നെയ്മീനിലാണ് 1% കൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മസാല മീനിന് ഞാൻ വറക്കാൻ വേണ്ടിയുള്ള മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്കത് ഒത്തിരി നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ അത്രയും മൂപ്പിച്ചെടുക്കണ്ട, ഒരു പകുതി വേവാവുന്നിടം വരെ വറുത്തെടുത്താൽ മതി. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒത്തിരി എണ്ണ ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ വറുത്തെടുക്കാം. നമുക്ക് ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ കറി വെക്കുമ്പോഴത്തേക്ക് അത് റബ്ബർ പോലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി മൂത്ത് വന്നാൽ മതി. കറി വെക്കാനുള്ള ആവശ്യത്തിനുള്ള സവാളയാണ് എടുത്തേക്കുന്നത്, ചെറിയ ഉള്ളിയല്ല. ഇതിന് സവാള നീളത്തിലരിഞ്ഞതാണ് വേണ്ടത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. എണ്ണ ഒത്തിരി ഒഴിക്കേണ്ട, 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള എണ്ണ ഇറങ്ങുമല്ലോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണേ. ഈ സവാള നല്ല ബ്രൗണിഷ് കളറാവണം, കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ലൈറ്റ് ഒരു ബ്രൗണിഷ് കളറാവുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വറുത്തെടുത്താൽ മതി, ഒത്തിരി കരിഞ്ഞു പോകണ്ടായേ. അപ്പോൾ ഞാൻ മീൻ വറക്കാനുള്ളതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇനിയും വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു മൂത്ത് വരാറാകുമ്പോൾ കുടംപുളി ഉണ്ടല്ലോ, അതൊരു 3-4 പീസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉള്ളിയുടെ കൂടെ തന്നെ പുളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, ഉലുവാപ്പൊടി, ഈ 3 ഉള്ളൂ. കുരുമുളക് ഓൾറെഡി മീൻ വറക്കുന്നതിന് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കറിക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മസാല എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയാണ്. നമ്മൾ ഡയറക്റ്റ് പൊടി ഇടുമ്പോൾ അത്രയും കൊഴുപ്പ് വരത്തില്ല. മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് കറക്കി എടുക്കാവേ. അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അരപ്പിൽ ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വറുത്ത് വെച്ചേക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഈ മീൻകറി ഉണ്ടല്ലോ, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് സമയം എടുക്കും, എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറൊരു ഫ്ലേവറാണ് വരുന്നത്. നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ രുചിയാണ്. അപ്പോൾ ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് പകുതി ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൽ കിടന്നിട്ട് വേണം. മീൻ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആവും, പിന്നെ ആ എണ്ണയൊക്കെ ഇറങ്ങി വരെ. ഞാനിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഞാനൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുവാണേ.
പറ്റി വരാറാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ആ ഒരു കറിവേപ്പിലയുടെ ആ ഫ്ലേവറൊക്കെ ഒന്നുകൂടി ഒന്ന് ഇറങ്ങും. പിന്നെ കറി നന്നായിട്ട് പറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ആ ചട്ടിയുടെ ചൂട് പിടിച്ച് ഒന്നുകൂടി ഒന്ന് കുറുകി നല്ല കളറിലായിട്ട് വരുവേ. നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാൻ വരുവായി കേട്ടോ. അതുകൊണ്ട് തേങ്ങാപ്പാലിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴേ ആ മസാലയൊക്കെ പിടിച്ചിട്ട് മീനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് വരുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.